ഹലോ ഗൈസ്, കുറച്ച് ദിവസം ഇങ്ങനെ ഓങ്ങി ഓങ്ങി വെച്ചേക്കണം മുരിങ്ങയില കറി വയ്ക്കുന്നത്. അത് വെക്കണമെങ്കിൽ ഇത് കടലാസിൽ പുതിയണെന്ന് വെച്ചാൽ ഇത് ഇവിടുത്തെ ഒരു ട്രിക്കാണ്. നമ്മൾ പറിച്ച് എടുക്കണേക്കാളും എളുപ്പമാണ്. കടലാസിൽ ഇങ്ങനെ നമ്മൾ പറിച്ച് ഫ്രഷായിട്ട് പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ചക്കക്കുരുട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കണ്ടോ, നല്ലതല്ല. നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് വൈകിട്ട് ഇപ്പം ഞാൻ എടുക്കുകയാണ്. കണ്ടോ, വൈകിട്ട് അത് തുറന്നെടുക്കുമ്പോൾ വളരെ എളുപ്പമുള്ളൊരു സംഭവമാണ്. ഇതിൻ്റെ ഒരു 80% ഇലകളൊക്കെ നല്ല ഭംഗിയായിട്ട് നോക്കി ടങ് കൊഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. കണ്ട, പതുക്കനെ കുടഞ്ഞ് പതുക്കനെ എടുക്കുക. അതിനകത്ത് പഴുത്ത ഇലകളൊക്കെ ഉണ്ടാവും, പിന്നെ വലിയ നാര് ഇതൊക്കെ ഉണ്ടാവും, കമ്പൊക്കെ, അതൊക്കെ പെറുക്കി കളയാം. ഉണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, തോന്നിക്കര പഞ്ചായത്തിൽ അരി പെറുക്കി എന്ന് പറയുമ്പോൾ പെറുക്കിണ്ടിരിക്കേണ്ടി വരും. ഇത് ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. എൻ്റെ പ്രിയ കൂട്ടുകാരനെ അടുത്ത് വെച്ചിട്ടുണ്ട്. പാചകം കണ്ടു തുടങ്ങാം കേട്ടോ. ഇതിന് ഏറ്റവും ബെസ്റ്റ് ഉള്ളിയും മുളകും ഇതിന് നല്ലത്. അതായത് ഉണക്കമുളക്, പച്ചമുളക്, പച്ചക്കുരു അതിൻ്റെ കുരു വെച്ചു നേരെ അതിൽ ആദ്യം ചക്കക്കുരു ഇടാം, ഇലയിട്ട് തേങ്ങയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് പലർക്കും ഈ പറഞ്ഞ പോലെ മുരിങ്ങാക്കോലിനോടൊക്കെയാണ് താല്പര്യം എന്നൊക്കെ അറിയാം. എൻ്റെ സാഹചര്യവും അങ്ങനെയൊക്കെ ആയതുകൊണ്ട്. പക്ഷേ ഇതും നല്ലതാട്ടോ മക്കളെ, അടിപൊളിയാണ്. പിന്നെ വേറെ നോൺ വെജ് ഉണ്ടാക്കാനായിട്ട് ഒരു 3 നാടൻ കോഴിമുട്ട, വീട്ടിൽ കോഴിമുട്ടയുണ്ട്, നാടൻ കോഴിമുട്ട എടുക്കും, സവാള ഇതിട്ട് അതിലേക്ക് നേരെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ 2 കറി 5 മിനിറ്റുള്ള റെഡി ആയിട്ടാ. വെജും നോൺ വെജും കേട്ടോ. ഇത് ചീര ചക്കക്കുരു പ്യുവർ വെജ്. ഇത് ചീരയിലിട്ടിട്ട് മുട്ട ചിക്കി എടുക്കുക, നല്ല നാടൻ കോഴിമുട്ടയായിരുന്നു. ഇത് നോൺ വെജ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. പ്രത്യേകിച്ച് പെണ്ണുങ്ങളൊക്കെ ഇത് ഇല പറിച്ച് ഓരോന്ന് പറിച്ച് അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞ ടിപ്സ് ഓർത്തിരിക്കണം. പേപ്പറിൽ പൊതിഞ്ഞ് നല്ല ഭംഗിയായിട്ട് എടുത്ത് വയ്ക്കുക, കണ്ടില്ലായിരുന്നു, കുടഞ്ഞെടുത്താൽ മതി. പിന്നെ ആദ്യം പറഞ്ഞ ഒരിക്കൽ കൂടി പറയാണ്, ഇലകളിൽ സുന്ദരി മുരിങ്ങ. ഓക്കെ.